പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കലും ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലോ, ഒന്നില്ല നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല. നീ ഇതും പറയും, നീ എഴുതി വെച്ചോ, നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയുന്നത്. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞ് നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റില്ല. തൂക്കും പറഞ്ഞാൽ മൊത്തത്തിൽ തൂക്കും. ഇത് റഹീമ പറയും. അങ്ങനെ നമ്മുടെ നാജിലത്താത്ത വീണ്ടും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയാണ് നാജിലത്താത്തന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കള്ളു കൂടിയനും പരമനാറിയുമാണെന്ന് നാജിലത്താത്ത തന്നെ പറഞ്ഞ ഷാനിക്ക നാജിലത്താത്താന്റെ ജീവിതത്തിലേക്ക് 101ാമത്തെ തവണയും തിരിച്ചു വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ അതിന്റെ ഇടയിൽ വേറെ ട്വിസ്റ്റ് നടന്നു. നാജിലയുടെ മൂത്ത പുത്രി മസ്റൂറ നാജിലയെ തള്ളി പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും പോയി. നാജിലക്ക് ആദ്യ ഭർത്താവായ റഹീമിൽ നിന്നുണ്ടായ മകളാണ് മസ്റൂറ. റഹീം തന്നെ ഇടപെട്ടാണ് മസ്റൂറയെ നാജിലയിൽ നിന്നും മാറ്റിയത്. അതിന് കാരണവുമുണ്ട്. ഷാൻ എന്ന് പറഞ്ഞ നാജിലയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭർത്താവ് ഒരു മുഴു കുടിയനാണ്. ഇവൻ കള്ളു കുടിച്ച് വന്ന് മസ്റൂറയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. സോ നാജില ഇവന്റെ കൂടെ താമസിക്കുന്നിടത്തോളം കാലം മസ്റൂർ ആ വീട്ടിൽ സേഫ് അല്ല. അങ്ങനെ റഹീം ഇടപെട്ടാണ് മസ്റൂറയെ നാജിലയുടെ വീട്ടിൽ നിന്ന് മാറ്റി നാജിലയുടെ ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടാക്കിയത്. നാജിലന്റെ ഉമ്മാന്റെ വീടെന്ന് പറഞ്ഞാൽ നാജിലന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷെ മസ്റൂർ അപ്പൊ നാജിലയുടെ വീട്ടിലേക്ക് പോകാറില്ല. ആ കുട്ടിക്ക് അത് ഇഷ്ടമല്ല. അങ്ങനെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നാജിലയുടെ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ നാജിലിന്റെ ഉമ്മാനെയും മുൻ ഭർത്താവിനെയും മകളായിട്ടുള്ള മസ്റൂറേയും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ്, തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ്. നാജിലയുടെ തെരുവിലൂടെ ഒന്നാമത്തെ ഈര സ്വന്തം മോളായ വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള മസ്റൂറയാണ്. ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണാൻ പോലും വന്നേക്കരുത് എന്നാണ് ഈ ചെറിയ കുട്ടിയോട് ഇവള് യൂട്യൂബിൽ വന്നിരുന്ന് പറഞ്ഞത്. ഇനി നാജിലയുടെ രണ്ടാമത്തെ ഈര എന്ന് പറയുന്നത് വേറെ ആരുമല്ല, സ്വന്തം ഉമ്മയാണ്. ഉമ്മയെ വെച്ച് അവീത കഥകൾ വരെ ഇറക്കിയ ആളാണ് നാജില. ഇനി മൂന്നാമത്തെ ഇര എന്ന് പറയുന്നത് ആദ്യ ഭർത്താവായിട്ടുള്ള റഹീമാണ്. നാജിലിനെ റഹീമിനെ വിളിക്കാത്ത തെറി ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നും ഇയാളെ തെറി വിളിച്ചുകൊണ്ട് ഓരോ വീഡിയോകൾ ചെയ്തുകൊണ്ട് വരും ഇവള്. അങ്ങനെ അവസാനം സൈ കെട്ടി പറഞ്ഞ റഹീം എന്താക്കി നാജിലയുടെ ഭർത്താവായിട്ടുള്ള ഷാനിന് ഒരു മെസ്സേജ് അയച്ചു. ഇനി മേലാൽ എന്റെ പേരോ മസ്റൂറയുടെ പേരോ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്താൽ നിനക്ക് പോക്സോ കേസിൽ അകത്താക്കുമെന്നാണ് ഷാനിനോട് റഹീം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ റഹീം ഷാൻ അയച്ച വോയിസ് ക്ലിപ്പുകൾ ഷെഫീന ബി എന്ന് പറഞ്ഞ യൂട്യൂബർ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഷാന്റെ അടുത്താണ് പറയുന്നത്. ഷാൻ കേൾക്കാനാ പറയുന്നത്, നജില കേൾക്കാനല്ല പറയുന്നത്, എന്റെ എക്സ് വൈഫ് കേൾക്കാനല്ല പറയുന്നത്. നിന്റെ അടുത്താ ഞാൻ പറയുന്നത്. നിന്റെ വൈഫിനെ ചുപ്പടിയിൽ നിർത്തേണ്ട കാര്യം നിനക്കാണ്. ഇനി മേല നിനക്കും നിന്റെ വൈഫിനും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിങ്ങാനായിരുന്നു. ഇനി എന്റെ കൊച്ചിന്റെയോ എന്റെയോ എന്റെ കുടുംബക്കാരെ പേരിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിനെല്ലാം പൊക്കിക്കൊണ്ടുവരും, നീ അകത്താവും. പറഞ്ഞു മനസ്സിലായല്ലോ? എന്തിനകത്തായെന്ന് അറിയോ? വീഡിയോ എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ കളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്നെ കളത്തിൽ ഇറക്കല്ലെന്ന് നിന്റെ ഇപ്പം നീ പാവാടവള്ളി തൂങ്ങി കിടക്കുന്നല്ലേ, അവളുടെ അടുത്ത് പറഞ്ഞോളൂ. പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്ക റഹീംക. എല്ലാത്തിനും പിടിച്ച് അകത്തിടണം, അത് തന്നെയാണ് വേണ്ടത്. കുറച്ച് ദിവസമായി നാജിലും ഷാനും കൂടി തുടങ്ങി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിയാസം കാണിക്കാന്നാണ്. എല്ലാത്തിനൊക്കെ ഒരു പരിധിയൊക്കെ ഇല്ലേ? അല്ലെങ്കിലും ഈ നാജിലയുടെ ഉടായ്പകൾ ആരെങ്കിലും ഒക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത് കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. റഹീമെങ്കിലും റഹീം വല്ലതും നടക്കുമെന്ന് നോക്കാം. ബാക്കി ആയിട്ടൊക്കെ എന്തായാലും കേട്ടാ. കളി എന്റെ അടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയോണ്ടല്ല കളി പഠിക്കും. നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ ഈ ഇവള്? അതിന് ഇപ്പം ആരാ ചെല്ലടിയിൽ പോയത്? ഞാനാടാ പോയത്? നീ അവളുടെ അടുത്ത് പറഞ്ഞോളൂ, എടീ നജില ഞാനാണ് പോയത്. ഇപ്പൊ കൊച്ചെവിടെ ഉണ്ട്? നിന്റെ അടുത്തുണ്ടോ? ഇപ്പൊ ഞാനാ ഇപ്പൊ ചെലവിന് കൊടുത്തോണ്ടിരിക്കുന്നത്. കൊടുക്കാൻ നീ സമ്മതിച്ചില്ല. നീ പറഞ്ഞു ഞാൻ മരിച്ചു പോകുമ്പോ കൊണ്ടുപോയത്. നിനക്ക് ഒരു ഭർത്താവ് ഞാൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ സനോബർ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഷംസുദി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യവൻ, പിന്നെ ഇനി അടുത്തത് ആരെങ്കിലും കട്ടിലിന്റെ അടിയിൽ കൊണ്ടുവന്നതും അവിടെ ഇവിടെ കൊണ്ടുവന്നത് ചെലവിന് വിളിക്കാൻ എനിക്ക് പറ്റൂല. ഞാൻ കൊച്ചിന് കൊടുക്കുമെന്ന് പറയുന്നത് നിനക്ക് എത്ര തവണ ഞാൻ തന്നിട്ടുണ്ടടി. നീ എന്റെ ചോദിച്ചു മേടിച്ച് കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് പോയപ്പോഴത്തേക്ക് റീചാർജ് മേടിക്കാൻ എന്നെ വിളിച്ചത്. ആഹാ, കൊള്ളാലോ. അപ്പൊ ആദ്യ ഭർത്താവായിട്ടുള്ള റഹീമുമായി നാജിൽ എപ്പോഴും കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. 10 ദിവസം മുമ്പ് പോലും ഇയാളെ വിളിച്ച് റീചാർജ് ചെയ്യാൻ പറഞ്ഞു പോലും. റഹീമും നാജിലും പ്രഥമ നിഷ്ഠയ അകൽച്ചയിലാണെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ആള് കൊള്ളാലോ. യൂട്യൂബിൽ വന്നിരുന്ന കുറ്റം പറച്ചിലും തെരുവിളികളും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ റഹീംക്കായി ഇവള് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതാണടാ ട്രൂ ലവ്. കണ്ടു പഠിക്കടാ. പിന്നെ ബാക്കി പറഞ്ഞാലും അതുകൊണ്ട് എന്നെ കളത്തിൽ നീ ഇറക്കരുത്. ലവനകത്താവും. നീ എവിടെ പാവാടി കൊള്ളിരുന്നോണ്ട് നീ എന്റെ അടുത്ത് വെല്ലുവിളിച്ചു കഴിഞ്ഞാ പൊന്നു മോനെ, ഈ കൊച്ചിനെ കൊണ്ട് ഈ ചൈൽഡ് ലൈനിൽ ഞാനാ കൊടുത്തത്. നിങ്ങളല്ലേ കൊടുക്കുമെന്ന് പറഞ്ഞു. നീ കൊച്ചിനെ കൊണ്ട് പറയിപ്പിച്ചത്. ആ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടാ. ഇനി 2-3 വീഡിയോ ഉണ്ട്. നീ കള്ളു കുടിച്ചതും, നീ കൊച്ചിനെ ഉപദ്രവിച്ചതും, വീട് തല്ലി പൊളിച്ചതും, പിന്നെ കൊച്ചിനെ കുടുവാള കൊണ്ട് ഓടിപ്പിച്ചതും, ഈ എവള് കഴുത്തിന് പിടിപ്പിച്ചതും എല്ലാം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്ന എവിടെയെന്നറിയോ? ഇവിടെ കല്ലമ്പലത്തോ പള്ളിക്കലോ ഒന്നുമല്ല. നീ കേട്ടോണം, ഈ നജിലായും കേട്ടോണം. ഞാൻ പോകുന്ന എവിടെയെന്നറിയോ? ഇവിടെയാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഏതാണെന്നറിയോ?
നിന്നെ തൂക്കിയകത്തിടും. നിന്നെ എവിടെ പോസ്കോ കേസിൽ ജാമ്യം കിട്ടാൻ എവിടെ ഉണ്ടല്ലോ എവിടെ കുടുംബം വെക്കേണ്ടി വരും. എന്നെ കളത്തിൽ ഇറക്കിപ്പിടും. ഇനി ഒരു വീഡിയോ എന്റെ പേരിലോ എന്റെ ഉമ്മാടെ പേരിലോ എന്റെ മഞ്ജുവിന്റെ പേരിലോ എന്റെ വാപ്പാടെ പേരിലോ എന്റെ ഈ മസൂറയുടെ പേരിലോ നീയോ അതിന്റെ ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ആട്ടപ്പടലും ഞാൻ പൊക്കും. ഇത് ഞാനാണ് പറയുന്നത്. നിനക്കറിഞ്ഞൂടാ ഈ ചാനൽ ഇടാടാ ഞവരെ തയ്യാറി. നിനക്കറിഞ്ഞൂടാ ഇവിടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം അറിയാം. എന്നെ ഇറക്കരുത്. നീ ഇറക്കി കഴിഞ്ഞാണ്ടല്ല മൊത്തം തെളിവും കൊണ്ടുകൊണ്ട് പോയിട്ട് നിന്നെ അവിടെ വന്ന് ഞാൻ തൂക്കും. ഇത് ഞാനാ പറയുന്നത്. റഹീം നജിലാടത്ത് ചോദിച്ചാൽ എന്നെ അറിയാം അവക്ക്. ആഹാ, റഹീംക്ക എന്ന് നാജില പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആൾ ഇത്ര മാസാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. ഇനി ഒന്നും നോക്കണ റഹീംക്ക, വേഗം കൊണ്ടുപോയി കേസ് കൊടുക്കും. കാരണം നാജിലാണ് ആള്. ഇവൾ ഇനിയും വീഡിയോ ചെയ്യും, അത് ഉറപ്പാണ്. അപ്പൊ പിന്നെ അവൾ വീഡിയോ ചെയ്യുന്നത് കാത്തിരിക്കുന്നതിന് നല്ലത് ഇപ്പോഴേ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതാണ്. ഷാൻ എന്ന് പറയുന്നവൻ ആ കുട്ടിയെ നല്ലോണം ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തിനാ അവൻ എന്തായിരുന്നു പറഞ്ഞെന്നുള്ളത് ഓർമ്മയില്ലേ? മസ്റൂറക്ക് പഠിക്കാൻ മടി ആയതുകൊണ്ടായിരുന്നു പോലും നാജിലയുടെ അടുത്ത് നിന്നും പോയത് എന്നായിരുന്നു ഷാൻ പറഞ്ഞത്. അവന്റെ ഉപദ്രവം സഹിക്കാതെയാണ് ആ കുട്ടി അവിടെ നിന്നും പോയത്. എന്നിട്ട് അവൻ പറഞ്ഞുണ്ടാക്കിയതാണ് പഠിക്കാൻ മടി ആയതുകൊണ്ട് പോയതാണ്. ഇവനൊക്കെ എന്തായാലും നല്ല പണി കൊടുക്കണം. ബാക്കി പറഞ്ഞെന്തായാലും ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നീ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ കൂടെ ഞാൻ നജിലാടെയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നത്. എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി ഓപ്പൺ ആക്കാൻ നീ ഇടവരുത്തരുത്. കാര്യം എന്താണെന്നറിയോ? നിന്റെ ഫസ്റ്റ് ചരിത്രം തൊട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങും. ഏത് ചാനലാണെന്നറിയോ? ഇനിയിപ്പോ മസ്റൂറ റഹീം എന്ന് പറഞ്ഞ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാൻ പോവാൻ നീ ഇടവരുത്തരുത്. ഒന്ന് നോക്കണ റഹീംക്ക, നിങ്ങളും കൂടി ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങിക്കൂടി. ഇനിയിപ്പോ അതിനും കൂടി ഒരു കുറവേ ഉള്ളൂ. എന്നിട്ട് രണ്ടാളും കൂടി യൂട്യൂബിൽ യുദ്ധം ചെയ്തോളി. നാജിലിന്റെ ചരിത്രമൊക്കെ എല്ലാവരും അറിയട്ടെന്നേ. ബാക്കി പറഞ്ഞാലും ഇത് നജിലാടെത്താ പറയുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ? നിനക്ക് മാത്രമേ ചാനൽ തുടങ്ങാൻ പറ്റുമടി. നിനക്ക് മാത്രമേ ഈ ചരിത്രങ്ങൾ പറയാൻ പറ്റൂ. കള്ളത്തരങ്ങളും നുണകളും. നിന്റെ പാവാടകളി തുടങ്ങി വെക്കുന്ന അവന്റെ അടുത്തുണ്ടല്ലോ, അവന്റെ അടുത്ത് നീ നുണ പറഞ്ഞുകൂടും. എന്റെ അടുത്ത് പറയരുത് നീ എന്റെ ചരിത്രം. നീ എന്റെ കൂടെ എത്ര വർഷം ജീവിച്ചടി? ഞാൻ എന്ത് ചെയ്തെന്നില്ല നിനക്ക് ഇതുകൊണ്ട് നീ ഓരോരുത്തന്മാരെ തെരഞ്ഞെടുത്ത് ഞാൻ ചെയ്യുന്നതാണ്. നീ കളത്തങ്ങൾ പറഞ്ഞു ജമാത്തിൽ ഇവിടെ ഉണ്ട്. നീ ഇങ്ങോട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഇവിടെ പൊക്കാൻ ഞാൻ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ നാട്ടിയിരിക്കുന്നു. എന്നാ ഞാൻ നിനക്ക് എന്തെങ്കിലും ചെലവില്ലാതെ നീയാ എഴുതി വെച്ചത് സലാവറിന ഫേസ്ബുക്കിലൂടെ കണ്ടിട്ട് എന്റെ അടുത്ത് തലാക്ക് എനിക്ക് പിന്നെ വാട്സപ്പിൽ കൂടെ അയക്കാൻ പറഞ്ഞത്. നീ നോണ പറഞ്ഞിട്ട് ഈ വാട്സപ്പിൽ കൂടെ പ്രചരിപ്പിക്കുന്നത്. ചെല്ലട തൊലാക്ക് എന്നൊക്കെ, അതും വാട്സപ്പിലൂടെ. നാജിലെത്താത്ത ആള് കൊള്ളാലോ. റഹീം എന്റെ വാട്സപ്പിലൂടെ തൊലാക്ക് ചൊല്ലിയ എന്നും പറഞ്ഞ് കരിഞ്ഞ ആളാണ്. പക്ഷെ ഇപ്പൊ റഹീം പറഞ്ഞു നാജില പറഞ്ഞിട്ടാണ് തൊലാക്ക് ചൊല്ലിയതെന്ന്. ഇതിലിപ്പോ ഏത് വിശ്വസിക്കും നമ്മള്? എന്തോ ബാക്കി പറഞ്ഞാലും എന്നാ നീ കളത്തിൽ ഇറക്കരുത്. ഞാൻ ഇപ്പം പറഞ്ഞത് കൊച്ചിനെ സേഫ് ആക്കിയിട്ടുണ്ട്. എന്റെ മോളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധം. നിനക്ക് ഇപ്പൊ വന്ന ഒരു മാപ്പിള ഉണ്ടല്ലോ പാവടവള്ളി, ആ ഡ്രൈവറെ കൊണ്ട് അതും കൊണ്ട് നടന്നു പോണം. ഇനി മേല പറഞ്ഞിട്ടില്ല കൊച്ചിന്റെ ഫോട്ടോയോ എന്നെ കുറിച്ചോ നീ ആ വീഡിയോ ചെയ്തു കഴിഞ്ഞാ മസ്റൂറ റഹീം എന്ന് പറഞ്ഞ ഒരു ചാനൽ ഇപ്പൊ ഓപ്പൺ ആവും. പറഞ്ഞു മനസ്സിലായല്ലോ? നീ അസ്തമിക്കാൻ പോണം. നീ കേട്ടാ മനസ്സിലായല്ലോ? എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അതുമല്ല ഈ തെളിവുകളെല്ലാം കൊടുത്ത് ലവനകത്താവും. അതുകൊണ്ട് ഒന്നേ ഉള്ളു ചെയ്യാനുള്ളത്. ഒന്നീ യവനായിട്ട് നീ ജീവിക്കുക. മോളെ കാര്യം നീ നോക്കണ്ട. ഇത്രയും കാലം നീ നോക്കിയെന്നല്ലേ പറഞ്ഞു. നോക്കിയത് ആരോടെ? എന്റെ കൂടെ അല്ലല്ലോ നീ നോക്കിയത്. നീ സനാവറിന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ ശംസുദ്ദീനിലൂടെ കൊച്ചിനെ കൊണ്ടുപോയത്, നീ പിന്നെ ഇപ്പൊ ഈ കട്ടലിന്റെ ഇടയിൽ നിന്ന് പിടിച്ച ഇവന്റെ കൂടെ കല്യാണം കഴിക്കാത്ത ഇവന്റെ കൂടെ പാവടവലിയും തൂങ്ങി നടക്കുന്ന ഇവന്റെ കൂടെ കൊച്ചിനെ കൊണ്ടുപോയത്. അപ്പൊ ചിലവിനേണ്ട കാര്യം എനിക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ എന്നെ കളത്തിൽ നീ ഇറക്കരുത്. ഇറക്കിയാൽ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഞാൻ ഇതെല്ലാം കേട്ടിട്ടേ ഇരിക്കുന്ന എന്തുകൊണ്ടാണല്ലോ നിന്റെ ഒരു പിടിവള്ളി കിട്ടണം. നിന്നെ കണക്ക് ഈ വാർത്തകൾ അടിക്കുന്നതല്ല ഞാനെന്ന് നിനക്ക് പണ്ടേ അറിയാലോ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇറക്കിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, അവളെ സേഫ്റ്റിയാണ് എന്റെ മോളെ സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത്. കണ്ടവന്മാരുണ്ടായ പിന്നെ മക്കളെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യം ഞാൻ പൊതുവായിട്ട് പറയാണ്. എനിക്ക് എന്തിനാ നോക്കേണ്ട കാര്യം? ഇവള് ഒന്ന് കെട്ടി എന്റെ കൂടെ അതിനെ ആദ്യമായിട്ട് കെട്ടിയത്. അവള് എന്റെ അടുത്ത് പറഞ്ഞ് ബന്ധം തീർത്ത എനിക്ക് തലാക്ക് തന്നാതി എന്നും പറഞ്ഞ് ഞാൻ ഗൾഫിൽ നിന്നപ്പോ തലാക്ക് ചോദിച്ച് സനാവറുമായിട്ട് കൂടി. അത് കഴിഞ്ഞിട്ട് എന്റെ മോളെ കൊണ്ട് സനാവറിന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് അവന് ഒരു കൊച്ചുണ്ടായി. അപ്പോഴത്തേക്ക് എന്നെ വിളിക്കുന്നത് അവളാണ് വിളിക്കുന്നത്. അതിപ്പോ എന്റെ കൊച്ചിനെ ചെലവ് കിട്ടുമെന്ന് എനിക്ക് എന്തൊരു ഉറപ്പ്? അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഇവള് എന്റെ അടുത്ത് സ്ഥിരം സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പം പറഞ്ഞ് ഇവളെ ഉമ്മായിട്ട് പ്രശ്നമാണെന്നും പറഞ്ഞ് തൊളിക്കുടി പോകണമെന്നും പറഞ്ഞ് അവിടെ വീട് വാഴെടുക്കണമെന്നും പറഞ്ഞ് അതിന്റെ പൈസ അയച്ചിടാന്ന് പറഞ്ഞ് ഇവള് 5000 രൂപ എന്റെ അടുത്ത് ചോദിച്ചോളൂന്ന് പറയുന്നത്. 5000 രൂപയൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ശംസുദ്ദീനായിട്ട് കൂടി. ശംസുദ്ദീൻ എന്താ അവിടെ ഇപ്പൊ അവഹിതം, സനാവറിന് എന്താ മറ്റേ വിസ്മയായിട്ട് അവഹിതം. പിന്നെ നിനക്കെന്തരാ ഷാൻ ഇപ്പൊ നീ ഇരിക്കുന്ന ഷാനിന് എന്തരാ അവനും അവഹിതം. എന്റെ പേരിൽ വല്ല അവഹിതം ഉണ്ടാടി? ഞാൻ നിന്നെ നല്ലടക്കല്ലേ നോക്കിയത്. എന്റെ പേരിൽ വല്ല അവഹിതം നീ പറയുന്നുണ്ടാ? നീ ഇപ്പൊ ആദ്യം സനാവറിനെ കെട്ടി വിസ്മയായിട്ട് അവഹിതം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. രണ്ടാമത് പിന്നെ ഷംസുവിനെ കെട്ടി.
മൂന്നാമത് ഷംസുവിനെ കെട്ടി പറഞ്ഞ അവന് വീഡിയോ കോളിൽ ആ വീതം പറഞ്ഞ് അവൻ പോയി അവൻ എന്തായാലും ഇവിടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് ഈ എന്റെ മോളെയും കൊണ്ട് അവന്റെ മോളാണെന്നും പറഞ്ഞ് നീ കാണിച്ച് കുറെ പൈസ ഉണ്ടാക്കി. നാജിലക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കേട്ടോ റഹീം ഉന്നയിച്ചത്. ഇവളുടെ മൂന്നാമത്തെ ഭർത്താവായ ശംസുദ്ദീൻ മരിച്ച സമയത്ത് മസ്റൂർ ശംസുദ്ദീന്റെ മകളാണെന്ന് കാണിച്ചു പൈസ പിരിച്ചു എന്നാണ് പറയുന്നത്. വാപ്പ മരിച്ച പെൺകുട്ടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവല്ലോ, ആളുകൾ ഇഷ്ടംപോലെ പൈസയും കൊടുക്കും എന്തായാലും. പിന്നെ റഹീം പറഞ്ഞ കേട്ടില്ലേ, ഓരോ ഭർത്താവിനും അടുക്കുമ്പോഴും ഇവളെന്താക്കും, ഭർത്താക്കന്മാരുടെ പേരിൽ അവിഹിതം ആരോപിക്കും, എന്നിട്ട് ഇവൾ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോകും. ഇതാണ് സ്ഥിരം പരിപാടി. ഇവളുടെ സ്വഭാവം വെച്ച് ഇവൾ അധികം വൈകാതെ തന്നെ ഷാനിനെ ഉപേക്ഷിച്ച് അടുത്ത ആളുടെ കൂടെ ഇറങ്ങി പോകുമെന്ന് റഹീം തുടർന്ന് പറയുന്നുണ്ട്. മുതലാന്ന് കേട്ടോക്കാം. കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്, കാലം തെളിയിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നീ ഒരിക്കലും ഒതുങ്ങൂല. പക്ഷെ നീ ഇനി ഒതുങ്ങിയില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലോ. എന്നിട്ട് ഇപ്പൊ ഇവനെ കൊണ്ടുവന്നു, ഇവനും അവിഹിതം, ഇവൻ അവിടെ കിടക്കുന്ന ബസ് സ്റ്റാൻഡിൽ പിന്നെ സരിതായിട്ട് ബന്ധം, പിന്നെ അതൊക്കെ നിന്റെ തെളിവില് നീ എന്നെ പറയുന്നുണ്ട്. കൊച്ചിനെ ഉപദ്രവിച്ചതും ഓടിയതും നീ കിടന്ന് നിലവിളിച്ചതും എല്ലാം പറയുന്നുണ്ട്. പിന്നെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നത്, പിന്നെ കുറെ ആലുവയിൽ കിടക്കുന്ന കുറെ ആന്റിമാരായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പറയുന്ന അവിഹിതം. എന്റെ വല്ല അവിഹിതം ഉണ്ടാടി? നീ നല്ലോണം ജീവിച്ചല്ലേ? അതാ പറഞ്ഞ ഒന്നില്ല നീ തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഒടുങ്ങൂല. നീ ഇതും പറയും, നീ എഴുതി വെച്ചോ. നീ ഇപ്പൊ ഇവന്റെ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ 3 മാസം നീ നിലനിൽക്കൂല. ഇത് റഹീമ പറയുന്നു, എഴുതി വെച്ചോ. അത് ഞാൻ കാത്തിരുന്നതല്ല. ഇനി ഇത്രയും കാലം നീ വളർത്തി എന്ന് പറയുന്നത്, നീ എന്തിനു വളർത്തി? നീ എന്തിനാ വളർത്തിയത്? കൊച്ചുങ്ങളെ നീ കൂടെ ഇരുത്തിയിട്ട് കുറെ പൈസ ഉണ്ടാക്കി നീ നിലനിൽപ്പായപ്പോ നിനക്ക് കുറെ ഇതായിപ്പോയി. അതുകൊണ്ട് കൊച്ചു ഹെൽപ്പിനാണ് ഞാൻ ഇപ്പൊ കളത്തി. എന്നെ കൊണ്ട് ഇനി ഇറക്കിപ്പോയിരുന്നു. നിന്റെ ഊപ്പാട് ഞാൻ വരുത്തും. പറഞ്ഞല്ലോ, പറഞ്ഞ മനസ്സിലായല്ലോ. ഇതെല്ലാം തെളിവുണ്ട്. ഞാൻ ഇത് കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം. ഇതായത് കൊച്ചുങ്ങൾ നാളെ വളർന്നു വരുമ്പോഴത്തേക്ക് അവര് നീ വീട്ടിനകത്തേക്ക് വീഡിയോ ചെയ്യുന്ന കൊച്ചുങ്ങൾ ഇറങ്ങി പോകുമ്പോൾ പറയും എന്റെ പാലടി. അത് പിന്നെ ആദ്യം അറിയുന്നു. പിന്നെ സനോ പറയും ഇപ്പൊ ആരടി, ഇപ്പൊ ശംസുദി, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാൻ. ഇപ്പൊ നാളെ ആ കൊച്ചുങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിനക്ക് വല്ല ബോധം ഉണ്ടാടി. പോത്തിന് എന്തൊരു ഏക്കറായെന്ന് പറഞ്ഞാൽ നിനക്ക് വല്ല കുഴപ്പമില്ല. നീ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു മോനുണ്ടല്ലോ, അല്ലെങ്കിൽ കേൾക്കണേ മോളെ എന്തിനായിക്കോട്ടെ, അതിനെ കൊണ്ട് വളർത്തിയിട്ട് അടങ്ങി ഒന്നി അവിടെ നോണം കേട്ടാ. പറഞ്ഞ മനസ്സിലായി. ഇനി എന്റെ കൊച്ചിന്റെ വീഡിയോയോ ഫോട്ടോയോ എന്നെ കുറിച്ചോ എന്റെ കാര്യങ്ങളോ പറഞ്ഞ് നീ ഒരു കാര്യത്തിലും വീഡിയോ ഇടാൻ പറ്റും. തൂക്കും ഞാൻ പറഞ്ഞാൽ മൊത്തത്തിൽ തൂക്കും. ഇത് റഹീമ പറയുന്നത് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വല്ലാത്തൊരു ജന്മം തന്നെ അല്ലെ, ഒന്നും പറയണ്ട. ചീഞ്ഞു നാറിയ കുറെ ജീവിതങ്ങൾ. എന്നിട്ട് ഇതെല്ലാം യൂട്യൂബിൽ വന്നിരുന്ന് നാട്ടുകാരെയും കൂടി അറിയിക്കുകയും ചെയ്യും. എന്തായാലും നാജിലാക്കും ഷാനും എതിരെ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ റഹീം പറയുന്നുണ്ട്. എന്താണെന്ന് കണ്ടറിയാം. കൂടുതലൊന്നും പറയുന്നില്ലേ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.